ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നൊരു ക്ലീനിങ് വീഡിയോ ആണ്. ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വൃത്തിയാകാൻ വേണ്ടി തുടങ്ങുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് വീഡിയോ എടുത്തുകൂടാ എന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് ഇത്. ഓണം കഴിഞ്ഞിട്ട് ഇടുന്ന വീഡിയോ ഇതായിരിക്കും. അപ്പോൾ എല്ലാവരും ഓണം അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് ആ സദ്യ കഴിച്ചപ്പോൾ ഭയങ്കര അടിപൊളിയായി. ഇപ്പോൾ ക്ലീനിങ് വ്ളോഗാണ് ഗായ്സ്. അപ്പോൾ ഇന്നിപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണോണ്ട് തന്നെ ഇന്നിപ്പോൾ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു. എന്നാലും എനിക്ക് ഒട്ടും വയ്യായിരുന്നു ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ചെയ്യാമെന്ന്. ഇന്നും കൂടി ചെയ്തില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. കാരണം നമുക്ക് കുക്ക് ചെയ്യണം, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ കിച്ചൺ ആകെ മെസ്സി ആയിട്ട് കിടക്കുകയാണ്. അവിടെ സിങ്കിൽ കുറച്ച് പാത്രങ്ങളുണ്ട്, ഇവിടെ കുറച്ച് ക്ലീൻ ചെയ്യണം. അങ്ങനത്തെ കുറച്ച് പരിപാടിയുണ്ട്. ഹാളിലാണെങ്കിലും കുറച്ച് പാത്രങ്ങൾ അവിടെ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് അടിച്ചു വാരി ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ കുറച്ചുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വ്ളോഗൊക്കെ എടുക്കാമെന്ന്. അപ്പോൾ ഇവിടെ സമയം 10 മണിയൊക്കെ കഴിഞ്ഞ് 11 മണിയായി. രാവിലെ തന്നെ 2 മുട്ട കഴിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസം സദ്യയൊക്കെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഹെവി ആയിട്ട് കഴിച്ചല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ 2 മുട്ട കഴിച്ചാൽ മതി എന്ന്. കാരണം ഉച്ചയ്ക്ക് നമ്മൾ ചോറൊന്നും ഉണ്ണാറുണ്ട്. എന്തായാലും കാർത്തിക്ക് ചോറ് ആണ് താല്പര്യം ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട്. അപ്പം ഞാൻ എന്തായാലും ഉണ്ടാക്കും. അപ്പോൾ കാർത്തി ജോലിക്ക് പോയേക്കാണ്. അപ്പോൾ കാർത്തി വരുന്നേക്കാളും മുന്നേ അത് ക്ലീൻ ചെയ്ത് തരണം. അല്ലെങ്കിൽ വരുമ്പോൾ പറയും ഞാനിവിടെ ഒരു പണിയും ചെയ്തില്ലെന്ന് പറയും. ചുമ്മാ പറഞ്ഞാട്ടാ. കാണുമ്പോൾ കുറച്ച് ക്ലീനാക്കി ഇങ്ങനെ കിടക്കുമ്പോൾ കാണുമ്പോൾ നമുക്കിങ്ങനെ വീട് കാണുമ്പോൾ ഒന്ന് ക്ലീൻ ആക്കി വയ്ക്കുമ്പോൾ കാണാനായിട്ടൊരു കുക്ക് ചെയ്യാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. എനിക്ക് എപ്പോഴും നീറ്റായിട്ടുള്ള സ്ഥലം കാണുമ്പോൾ അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ആദ്യം വിചാരിച്ചു കിച്ചൺ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഡൈനിങ് ടേബിളും കുറച്ച് കപ്പൊക്കെ ഇരിക്കുന്നുണ്ട്. കോഫിയൊക്കെ കുടിക്കണതിൻ്റെ കപ്പൊക്കെ അവിടെ വെച്ചാൽ പിന്നെ അവിടെ ഇരിക്കും രാവിലത്തെയൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ആദ്യമായിട്ടാണ് ഞാനൊരു ക്ലീനിങ് വ്ളോഗായിട്ട് ചെയ്യുന്നത്. അതിൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ എന്തായാലും ഈ ഒരു വ്ളോഗിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ബട്ട് നിങ്ങൾക്ക് എന്തായാലും കമൻറ്റ് ചെയ്യാം. സോ അത് ഞാൻ തിരുത്തി അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഞാൻ ആദ്യം കിച്ചണാണ് കേട്ടോ ക്ലീൻ ചെയ്തത്. കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഷെൽഫിൻ്റെ ഉള്ളിൽ മാക്സിമം വയ്ക്കാൻ നോക്കും. കാരണം നമുക്ക് പുറത്ത് സ്പേസ് കുറവാണ് പാത്രങ്ങളൊക്കെ വയ്ക്കാൻ. പിന്നെയാണ് ഓർത്തത് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ ഞാൻ എടുത്ത് പുറത്തേക്ക് വെക്കുന്നുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാറാകുമ്പോഴത്തേക്കും അത് ആ ഒരു ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചറിലൊക്കെ ആയിട്ടുണ്ടാകും. പിന്നെ ബാക്കി ക്ലീനിങ് ഒക്കെ ചെയ്യുമായിരുന്നു. അതായത് നമ്മുടെ ഇലക്ട്രിക് സ്റ്റൗ കുക്ക് ചെയ്യണ സ്ഥലത്തും അതിൻ്റെ ആ ഒരു ടൈലിലും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അങ്ങനെ കിച്ചണിൻ്റെ ഓൾമോസ്റ്റ് ക്ലീനിങ് കഴിഞ്ഞു. ഇനി ഫ്ലോർ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹാളിലിരിക്കുന്ന ഡൈനിങ് ടേബിളിൻ്റെ ടോപ്പിൽ കുറച്ച് പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും ക്ലീൻ ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ ഹാളാണ് മെയിനായിട്ട് ക്ലീൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളത് ഈ ഒരു ഡൈനിങ് ടേബിളും ഹാളൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുത്ത് വെക്കാം. ഇത് മൈക്ക്, നിങ്ങൾ സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നതും അതിൽ നിന്നാണ്. അപ്പോൾ നല്ല മൈക്കാണ് കേട്ടോ യൂസ് ചെയ്തിട്ട്. ഓണത്തിനും നമ്മൾ ഈ ഒരു മൈക്ക് വെച്ചിട്ട് തന്നെയാണ് സൗണ്ടൊക്കെ സെറ്റ് ചെയ്തത്. അടിപൊളി മൈക്കാണ്. അപ്പോൾ അതിൻ്റെ ബോക്സാണിത്. പിന്നെ ബർത്ത്ഡേക്ക് ഇത് തീർന്നല്ലോ. ബർത്ത്ഡേക്ക് വാങ്ങിച്ച വൈൻ, നമ്മൾ ഇന്നലെ ഇങ്ങനെ ക്യാനലായിട്ട് വൈൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ ഒരു ബുക്ക് ഒക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ. വെള്ളം കുറച്ച് കുടിച്ചേക്കാം. നമ്മൾ പണിയെടുക്കുമ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കണം. നമ്മൾ ഈ ഒരു വീട്ടിൽ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ട് 1 വർഷം ആവാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് ആദ്യം വന്നപ്പോൾ ഫുൾ അൺഫർണിഷ്ഡ് ആയിരുന്നു. ഓരോ സംഭവങ്ങളും നമ്മൾ സെക്കൻഡൊക്കെ ആയിട്ട് എടുത്തതാണ്. കാരണം ഇവിടെയുള്ളവർ സെക്കൻഡായിട്ട് വില കുറച്ചിട്ടൊക്കെ സെയിൽ ചെയ്യും. അങ്ങനെ നമുക്ക് കിട്ടിയതാണ് ഈ ഒരു ഡൈനിങ് ടേബിളും ചെയേഴ്സും സോഫയും എല്ലാം തന്നെ. എല്ലാം നല്ല അടിപൊളി സാധനമായിരിക്കും കേട്ടോ. ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഈ ഒരു ഡൈനിങ് ടേബിൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് റൗണ്ടാക്കി ഇടാം. അതുപോലെ തന്നെ ഇതുപോലെ ഓവലാക്കി ഇടാം. അതൊരു നല്ല കാര്യമല്ലേ. പിന്നെ ഞാൻ സോഫയൊക്കെ ക്ലീൻ ചെയ്തു, ബെഡ്റൂം ക്ലീൻ ചെയ്തു. കാർത്തി രാവിലെ പോകുമ്പോൾ പിന്നെ ഞാൻ എണീറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കും. പിന്നെ കാർത്തി പോയതിന് ശേഷമാണ് ഞാൻ ബെഡ്റൂമൊക്കെ ക്ലീൻ ആക്കി ഇതുപോലെ വിരിച്ചൊക്കെ ഇടുന്നത്. ഈ വീട് നേരത്തെ ഒരു അൺഫർണിഷ്ഡ് ആയതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. നമുക്കിനി കർട്ടനൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ട്. ഇപ്പോൾ തൽക്കാലം സൺലൈറ്റ് ഒന്നും അധികം വരാണ്ടിരിക്കാൻ വേണ്ടി ജസ്റ്റ് നമ്മുടെ ഒരു കയ്യിലുണ്ടായിരുന്ന ഒരു തുണിയാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇനി ക്ലീൻ ചെയ്യാനുള്ളത് ഞാൻ റെഡി ആവുന്നൊരു സ്പേസാണ്. ഇത് ഞാൻ തന്നെ ഒരു ടേബിൾ മാറ്റിയിട്ട് സെറ്റ് ചെയ്തതാണ് കേട്ടോ. ഒരു ഡ്രസ്സിങ് ടേബിൾ പോലെ.
അപ്പോൾ എൻ്റെ സാധനങ്ങളൊക്കെ ഭയങ്കര മെസ്സി ആയിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒതുക്കി. കാരണം നമ്മൾ റീൽസൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അതും ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വയ്ക്കും. പിന്നെ ഇതുപോലെ അങ്ങനെ ക്ലീൻ ചെയ്ത് വയ്ക്കും. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് കേട്ടോ. ഇവിടെ കുറച്ച് അലമ്പായിട്ടിരിക്കുന്ന ഈ ഒരു തുണിയൊക്കെ വയ്ക്കുന്ന ഒരു ഷെൽഫാണ് കേട്ടോ. ഷെൽഫെന്ന് പറയാൻ പറ്റില്ല, ഒരു സ്റ്റാൻഡാണ്. നമ്മൾ വില കുറഞ്ഞത് മതി വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ആമസോണിൽ നിന്ന് ഈ ഒരു സംഭവം വാങ്ങിച്ചു. 2 പേർക്കുള്ള തുണി കുറേ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സ്റ്റാൻഡിന് അത് താങ്ങാൻ പറ്റില്ല കഴിച്ചത്. അതുകൊണ്ട് ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് പോവുമായിരുന്നു. കുറച്ചൊക്കെ തുണിയൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ബാലൻസ് തുണി ഒരു പെട്ടിയിലാണ് ഇപ്പോൾ വച്ചേക്കുന്നത്. അപ്പോൾ ഒരു ഷെൽഫ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ വരും. അത് വന്നിട്ട് വേണം ഈ ഒരു തുണികളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഒട്ടും സമയം കളയണ്ട, വേഗം തന്നെ ഡ്രസ്സും വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ നടന്ന് താഴെ കെല്ലറിലേക്ക് പോവാണ്. ഇവിടെ 3 അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ പോകുന്ന വഴി ഞാൻ ഇപ്പോൾ തലയും കുത്തി നിലത്ത് കിടന്നേനെ. ചെറുതായിട്ട് പാൻറ്റ് കാലിൽ തട്ടിയതാണ്. കാരണം നമ്മൾ മൾട്ടി ടാസ്കിങ് ആണല്ലോ. ഫോണുണ്ടായിരുന്നു കയ്യിൽ, ഡ്രസ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമാണ്. ഞാൻ ഫോണിൽ നോക്കി നടന്നു. എനിവേ ഇപ്പോൾ ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചില വീഡിയോസിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഗായ്സ്, ഞാൻ ഇപ്പോൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടു. ഇതിപ്പോൾ ഭയങ്കര വിശപ്പ്. ഏകദേശം ഒരു 12:30 1 മണി ആവാറായിട്ടുണ്ട്. രാവിലെ 2 എഗ്ഗ് മാത്രമല്ലേ കഴിച്ചോളൂ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കറിയൊന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല. റൈസ് ഇന്നലെ ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ബാലൻസ് വന്നപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. റൈസ് ഉണ്ട്, കറി ഓഫ് കോഴ്സ് രസവും ഇടിഞ്ചക്ക തോരനുമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇടിഞ്ചക്ക തോരൻ എവിടെ നിന്നാണെന്ന്. കാരണം ഓണം അല്ലെങ്കിൽ വിഷു സദ്യ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ബാലൻസ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ ഫ്രിഡ്ജിലൊക്കെ ഇങ്ങനെ എടുത്ത് വയ്ക്കും ബാലൻസ് കറികളൊക്കെ. അടുത്ത ഒരാഴ്ചത്തേക്ക് അതായിരിക്കും നമ്മുടെ വീട്ടിലെ ഫുഡ്. അത് തീരുന്ന വരെ അതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാനും എടുത്തു വെച്ചത്. നമുക്ക് കളയാൻ പറ്റില്ല എന്തായാലും. അപ്പോൾ നമുക്ക് അത് കൂട്ടി. എനിക്കിഷ്ടമാണ് കേട്ടോ. എനിക്കിപ്പോൾ സദ്യ, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ, എനിക്കിപ്പോൾ സദ്യയിലെ പച്ചക്കറി കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഫ്രോസൺ സദ്യയായിരുന്നു ഇവിടെ. ഫ്രീസറിൽ തന്നെയാണ് വെച്ചത്. ഇനി എങ്ങാനും ചീത്തയായി പോയാലോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല കേട്ടോ. ഇത്രയും ചോറാണ് കേട്ടോ കഴിക്കുന്നത്. കുറച്ചാണ് കഴിക്കുന്നുള്ളൂ. ഈ ഒരു അളവിലാണ് കഴിക്കാറ്. അപ്പോൾ ഇങ്ങനെ അയ്യോ, രസവും ഇടിഞ്ചക്ക തോരനും കുറച്ച് ഫ്രീസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സംഭവം വാങ്ങിച്ചു. മൈക്രോവേവ് ഓവൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓഫറിന് കണ്ടപ്പോൾ അങ്ങോട്ട് എടുത്തു കേട്ടോ. ആ ഒരു 20 യൂറോ കുറവിന് അങ്ങാണ്ട് കിട്ടി. അപ്പോൾ ഭയങ്കര അത്യാവശ്യമുള്ള സംഭവമായിരുന്നു. നമ്മളിപ്പോൾ ബാലൻസ് എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലെടുത്ത് അങ്ങോട്ട് വച്ചാൽ മതി. ഒരു മിനിറ്റൊക്കെ വച്ചാൽ മതി. കണ്ടോ, ഒരു ചെറിയൊരു 20 ലിറ്റർ ഒക്കെ ഉള്ളൂ. ഞാൻ എന്തായാലും ഒരു കൈ കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. സോ ഞാനെല്ലാം എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഫുഡ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ബെല്ലടിച്ചു ഗൈസ്. ചൂടുണ്ട് കേട്ടോ. കണ്ടോ കൊള്ളാം. ഇനി തൊട്ട് ഞാൻ തീരുമാനിച്ചു, ഇന്ത്യ സ്റ്റോറിൽ പോയിട്ട് നമ്മളുടെ കോവയ്ക്ക, അതുപോലെ തന്നെ നമ്മുടെ കടല, അങ്ങനെ സാധനങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് വെക്കണം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാമല്ലോ. ഇപ്പോഴത്തെ നമ്മുടെ ഷോപ്സിലൊന്നും ഈ കോവയ്ക്കയും കാര്യങ്ങളൊന്നും കിട്ടില്ല. ഇന്ത്യ സ്റ്റോറിൽ കിട്ടും. അപ്പോൾ ഇനി തൊട്ടിന് ദൂരമാണെങ്കിലും പോയി വാങ്ങിച്ച് വയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ച് വയ്ക്കാം. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ച് സിനിമയൊക്കെ കണ്ടിരിക്കട്ടെ. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം. അങ്ങനെ ഗായ്സ്, ഫുഡൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് വീണ്ടും നമ്മുടെ പണി ക്ലീനിങ് തുടങ്ങിയേക്കുവാണ്. ഇനി നമ്മുടെ പണി എന്ന് പറഞ്ഞാൽ ഫുള്ളൊന്ന് അടിച്ചു വാരി ഇടുക എന്നുള്ള പണികളാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് സ്പീഡിലാക്കിയാണ് കാണിക്കുന്നത്. കാരണം അല്ലെങ്കിൽ കുറേ ടൈം പോവും. അപ്പോൾ നമുക്കിവിടെ കുഞ്ഞ് സ്പേസാണ്. സോ അതുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ അമ്മമാരൊക്കെ എന്തോരം പണിയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഓൾമോസ്റ്റ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു, ഒന്ന് ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് എടുക്കാൻ വേണ്ടിയിട്ട് പോകണം. പിന്നെ ഗൈസ്, ഞാൻ കുറേ അപ്പോൾ യൂസ് ചെയ്യുന്നെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എല്ലാ വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ തുടക്കത്തിലും അവസാനത്തിലും നടുക്കൊക്കെ ആയിട്ട് അപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ മാറ്റാൻ വേണ്ടി നോക്കുന്നതായിരിക്കും. നിങ്ങളത് നോട്ടീസ് ചെയ്ത് തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ.
ക്ലീനിങ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇപ്പോൾ വീട് കാണാൻ കുറച്ചെങ്കിലും നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. എനിക്കിങ്ങനെ ക്ലീൻ ചെയ്ത് കിടക്കുമ്പോൾ നമുക്കൊരു പോസിറ്റിവിറ്റി എനിക്കങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. കുക്കിംഗ് ചെയ്യുമ്പോഴാണെങ്കിൽ കിച്ചണിൽ ക്ലീൻ ആണെങ്കിൽ നല്ലൊരു വൈബാണ്. പക്ഷെ ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഫീലായിരിക്കും. സ്വന്തമായിട്ടൊരു വീടൊക്കെ വരുമ്പോഴാണ് നമ്മൾ ആ ഒരു ക്ലീനിങ് നമ്മൾ തന്നെയാണല്ലോ ചെയ്യേണ്ടത്. കാർത്തി ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്, ഓഫ് കിട്ടുന്ന ദിവസങ്ങളിലൊക്കെ എന്നെ ചെറുതായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അമ്മയൊക്കെ ഇത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടല്ലോ, അമ്മ ഇങ്ങനെ സന്തോഷം കൊണ്ട് ഇതാവും, എൻ്റെ മോളാണോ ഇത് ചെയ്യണേ എന്നൊക്കെ അമ്മയ്ക്ക് തോന്നിപ്പോയി ഈ ഒരു വീഡിയോ കാണുമ്പോൾ. ചിലപ്പോൾ പറയുമായിരിക്കും. അപ്പോൾ അത്രയ്ക്ക് ഞാൻ അങ്ങനെ ക്ലീനിങ് ഒന്നും ചെയ്യാത്ത ഒരാളായിരുന്നു. എന്നിട്ട് അമ്മ എപ്പോഴും എന്നെ പണ്ട് ചീത്ത പറയുമായിരുന്നു, എനിക്ക് ഒട്ടും വൃത്തിയില്ല എന്നൊക്കെ അമ്മ പറയുമായിരുന്നു. പക്ഷേ ഈ ഒരു വീഡിയോ കാണുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവുമ്പോൾ എൻ്റെ മോൾ ഇത്രയൊക്കെ ചെയ്യുമോ, ഇത്രയൊക്കെ ക്ലീനിങ് ഒക്കെ അറിയാമായിരുന്നു, എന്നിട്ട് പണ്ട് അവളൊന്നും ചെയ്യില്ലായിരുന്നു എന്നൊക്കെ പറയുമായിരിക്കും. ഓരോ സ്റ്റേജിലെത്തുമ്പോൾ നമ്മൾ തന്നെ ആ ഒരു ഇതിലേക്ക് വരും എന്നാണ് എനിക്ക് തോന്നിയത്. ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാം, അതിനുശേഷം നമുക്ക് ഫേസിൽ ഫേസ് പാക്ക് ഇടാം. അത്രയും മാത്രമേ ഇന്ന് ചെയ്യണുള്ളൂ. ഹെയർ ഓയിൽ എടുത്തിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഓയിൽ മറ്റേ അല്ലൂസ് ഹെയർ ഓയിലിൻ്റെ ഓയിലാണ്. ഇപ്പോൾ കറൻറ്റ്ലി അതാണ് യൂസ് ചെയ്തുകൊണ്ട് കുറച്ച് നാളായി. വലിയ കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ നോർമലി ഇങ്ങനെ വീട്ടിലുണ്ടാക്കിയ ഓയിലാണ് ഞാൻ നോർമലി എൻ്റെ ഹെയറിൽ യൂസ് ചെയ്യാറുള്ളത്. എനിക്കതാണ് കൂടുതൽ ഇഷ്ടം, സാധാ നമ്മുടെ സാധാ പച്ച വെളിച്ചെണ്ണയെക്കാളും. ഞാൻ അല്ലൂസിൽ നിന്ന് നാട്ടിൽ കഴിഞ്ഞതിൻ്റെ 30 പ്രാവശ്യം പോയപ്പോഴാണ് അവിടുന്ന് അവരുടെ ഹെയർ ഓയിലും പിന്നെ കരിഞ്ജീരകത്തിൻ്റെ ഓയിലും പിന്നെ ഒരു ഉണ്ടല്ലോ ഉലുവയുടെ ഓയിലും, അത് 3 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 3 ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യാറ്. അപ്പോൾ അതാണ് ഇപ്പോൾ കറൻറ്റ്ലി എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അതാണ് ഇപ്പോൾ യൂസ് ചെയ്യാറ്. ഹെയർ വാഷ് ഉള്ള ദിവസം ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഹെയർ ഓയിൽ തേക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു മണിക്കൂറൊക്കെ ഇരിക്കും, എന്നിട്ട് ഹെയർ വാഷ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഓയിൽ കുറച്ച് കട്ടിയായിട്ടിരിക്കുകയാണ്, കാരണം ഇവിടെ ഇപ്പോൾ തണുപ്പൊക്കെ തുടങ്ങിയല്ലോ. വിൻ്റർ ആവാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ചെറിയ തണുപ്പൊക്കെ തുടങ്ങി. പക്ഷേ ജർമ്മനിയിലെ വെതർ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നേരത്തെ കഴിഞ്ഞ ആഴ്ച കുറച്ച് ചെറിയ തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ രാവിലെ ഭയങ്കര തണുപ്പും രാത്രി ഭയങ്കര തണുപ്പും അങ്ങനെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചെറിയ ചൂട് ക്ലൈമറ്റ്, ഒരു 25 ആയി. നേരത്തെ 18 കേട്ടോ. അതേ പിന്നെ അടുത്ത ആഴ്ച വീണ്ടും തണുപ്പ് വരുന്നതാണ് വെതർ നോക്കിയപ്പോൾ കാണിക്കണത്. അതുകൊണ്ട് ഭയങ്കര പാടാണ്, നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴൊക്കെയാണ് മഴ തന്നെ, എപ്പോഴൊക്കെയാണ് തണുപ്പ് തന്നെ, എപ്പോഴൊക്കെയാണ് ചൂടുള്ളത്. നമ്മൾ രാവിലെയൊക്കെ ഭയങ്കരമായിട്ട് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് പുറത്തേക്ക് പോകും. തിരിച്ചു വരാൻ നേരത്ത് ഭയങ്കര ചൂടായിരിക്കും. എന്നിട്ട് ജാക്കറ്റൊക്കെ ഊരിയിട്ട് ബാഗിലിട്ടിട്ടാണ് നമ്മൾ തിരിച്ചു തന്നെ. അങ്ങനത്തെ ടൈപ്പ് വെതറാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതേ ഓയിൽ ഇപ്പോൾ ഇതായതുകൊണ്ട് തണുപ്പൊക്കെ ചെറുതായിട്ട് ഉള്ളത് കൊണ്ട് കട്ടിയായിട്ടിരിക്കുമായിരുന്നു. ഒന്നും കുഴപ്പമില്ല, ഞാൻ മിക്സ് ചെയ്തപ്പോൾ ഇപ്പോൾ മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഞാൻ സ്കാൽപ്പിൽ തേച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യും. എന്നിട്ട് ഒരു മണിക്കൂർ കഴിയും. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഫേസിൽ എന്തെങ്കിലും ഫേസ് പാക്ക്, ഞാൻ മറ്റേ ബോഡി ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചൊരു സംഭവം നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഓട്സിൻ്റെ ഫേസ് മാസ്ക്. അപ്പോൾ അത് നമുക്ക് അപ്ലൈ ചെയ്യാം ഫേസിൽ. അപ്പോൾ ആദ്യം ഇത് നമുക്ക് ഹെയർ ഓയിൽ ഇട്ട് കൊടുക്കാം. എനിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കളർ ചെയ്തിട്ട് ഓയിലൊന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നാണ്, പക്ഷേ ഞാൻ തയ്ക്കാറുണ്ട് കേട്ടോ. എനിക്ക് ഓയിൽ തേക്കാണ്ടിരിക്കാൻ പറ്റാറില്ല. എനിക്ക് ഓയിൽ യൂസ് ചെയ്യണം. അത് ചിലപ്പോൾ പണ്ട് തൊട്ട് നമ്മൾ തേക്കണോണ്ടായിരിക്കും. ഗൈസ്, ഇപ്പോൾ ഇതേ ഹെയറൊക്കെ ഞാൻ ഓയിൽ ചെയ്തിട്ട് മസാജ് ചെയ്തിട്ട് കെട്ടി വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ 1 മണിക്കൂറൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഷാമ്പു യൂസ് ചെയ്തിട്ടാണ് തന്നെയാണ് വാഷ് ചെയ്യുന്നത്. ഞാൻ ഹെയർ ഓയിൽ ചെയ്യണ ദിവസം ഷാമ്പു ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഗൈസ് എൻ്റെ ഹെയർ കെയർ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഹെയർ കെയർ എന്നല്ല, ഞാൻ മുടി ഉണ്ടായിരുന്നപ്പോൾ, ഇപ്പോൾ മുടി വെട്ടിയല്ലോ, അപ്പോൾ അതിന് മുന്നത്തെ സംഭവമാണ് പറഞ്ഞത്. അപ്പോൾ എപ്പോഴും നമ്മൾ കെയർ ചെയ്യണം. ഇപ്പോൾ ഷോർട്ട് ഹെയർ ആണെങ്കിലും ലോങ് ഹെയർ ആണെങ്കിലും നമ്മൾ ഹെയർ കെയർ ചെയ്യണമല്ലോ. ഇനി നമുക്ക് ഫേസിൽ എന്തെങ്കിലും ഇടാം. ഫേസിലിടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യണേന്ന് നിങ്ങളെ കാണിച്ചു തരാം. എവിടെ അത് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ബോഡി ഷോപ്പിൻ്റെ ഇതാണ്. ഭയങ്കര ലൈറ്റാണ്. ഇനി നമുക്കൊരു 10 മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്ത്. അങ്ങനെ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. കാരണം കാർത്തിക്ക് ഫുഡ് കൊണ്ടുപോകണം. അപ്പം ഞാൻ തലേ ദിവസമാണ് എല്ലാം സെറ്റ് ചെയ്യാറ് ഉച്ചയ്ക്കത്തെ. അപ്പോൾ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ വെറുതെ വീഡിയോ ഫുൾ എടുക്കുന്നില്ല, കാരണം നിങ്ങൾ ഓൾറെഡി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചുമ്മാ വെറുതെ കാണിച്ച് ബോറടിപ്പിക്കണ്ടല്ലോ. അങ്ങനെ ആദ്യം ചിക്കൻ കറി ഉണ്ടാക്കും, റൈസ് ഉണ്ടാക്കും, മിക്സ് ചെയ്യും, നമ്മുടെ ബിരിയാണി സെറ്റ് ആവും കേട്ടോ.
അങ്ങനെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഡിന്നറിന് കഴിക്കാൻ വേണ്ടിയിട്ടും. അങ്ങനെ ഡിന്നറിന് ബിരിയാണിയാണ് ഞാനും കാർത്തിയും കഴിച്ചത്. ഫുഡൊക്കെ കഴിച്ച് നമ്മളൊരു മൂവിയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.